मार हॉट हॉट ऊरिलो हॉट हॉट रोडलो शॉर्ट स्कर्टलो जेन्निफर एडिशन डिशन साउंड लाइक ब्लड कोड़ा काना तू अन्न मिट्टी गुद्दी नावे घूम 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 Stampinade, poi pampinade, ni ora super sai naide. Love you చెప్పి మళ్ళీ నాలో ప్రాణం నింపుకోగా పుచ్చుకొండే. ഇവനെന്റെ കൈക്ക് പണിയാവുന്ന തോന്നുന്നേ. കുറച്ച് ഓവറാണല്ലോ. ഇതെന്താ ഇങ്ങനെ? ആകെ ഒരു ലക്കുകെട്ട മട്ടാണല്ലോ. സാഹിത്യേച്ചിയെ കാണുന്നില്ലല്ലോ ഡോക്ടറെ. അതിന് സാഹിത്യ ചേച്ചിയുടെ വരുന്ന കാര്യം നിങ്ങൾക്ക് നേരത്തെ അറിയായിരുന്നോ? ഞങ്ങൾ വിളിച്ച് പറഞ്ഞായിരുന്നടാ ഇവിടെ പ്രോഗ്രാമിന് വരുന്ന കാര്യം. അപ്പോ സാഹിത്യേച്ചിയും വന്നു. എന്നിട്ട് ആളെവിടെ? അതാ ഞാനും നോക്കുന്നേ. ഈ പൂജയെ ഒന്ന് നൈസായി ഇവിടുന്ന് മാറ്റാൻ വല്ല വഴിയുണ്ടോടോ? പൂജ നമ്മുടെ കൂടെ തന്നെ നിന്ന സംഭവം കംപ്ലീറ്റ് കൊള്ളാവും. പക്ഷേ അവളുടെ കാര്യം ഡോക്ടർക്ക് അറിയാലോ. നോക്കട്ടെ. എന്താണ് ഋതുസേ? അല്ലടാ, ഡോക്ടർ പറയുവായിരുന്നേ ഇപ്പൊ ബ്രേക്ക് ടൈം അല്ലേ, സാഹിത്യേച്ചിയെ ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. അപ്പൊ നമുക്ക് 3 പേർക്കും ഓരോ സ്ഥലത്തായി നോക്കാന്ന് പറയുമായിരുന്നു. എന്നിട്ട് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുമ്പോ നമ്മൾ നിന്ന സ്ഥലത്ത് തന്നെ വന്ന് നിന്നാ മതിയല്ലോ. ആണോ? എങ്കിൽ ശരി, അങ്ങനെ ചെയ്യാം. ഞാനെന്നാ അങ്ങോട്ട് പോയി നോക്കാം. ചേച്ചിനെ കണ്ടു കിട്ടിയാ ഞാൻ നിന്നെ കോൾ ചെയ്യാം. ഓക്കേടാ. ഷോ, പാവം പൂജ. അവളോട് കൂടി ഈ കാര്യം പറയായിരുന്നു നമുക്ക്, അല്ലേ ഡോക്ടറെ? ശരിയാ. എന്നാ പിന്നെ നന്നായിരിക്കും. എനിക്ക് എന്താണ് ഋതു, വട്ടാണോ? തൽക്കാലം ഇതെന്തേലൊക്കെ ആവുന്നത് വരെ നമ്മൾ മാത്രം അറിഞ്ഞാ മതി. അതിനുള്ളില് അവരറിയുവാണേല് അറിഞ്ഞോട്ടെ. എന്തായാലും താൻ പറഞ്ഞിട്ട് ഇപ്പൊ ഇതാരും അറിയണ്ട. ഷോ, വിഷ്ണുവിനെ കാണുന്നില്ലല്ലോ. വിളിച്ചു നോക്കിയാലോ? അല്ലെങ്കിൽ വേണ്ട, ചിലപ്പോ പ്രാക്ടീസ് ചെയ്യുമായിരിക്കും. ഞാനിപ്പോ എന്താ ചെയ്യാ? സാഹിത്യ വിഷ്ണു, ഇപ്പോഴാ എനിക്ക് സമാധാനായേ. എന്താണോ? എന്താ പറ്റിയേ? വിഷ്ണു ആകെ കുഴപ്പായി. എന്താ? താൻ കാര്യം എന്താന്ന് വെച്ചാ പറ. വിഷ്ണു, വിവേകം ഋതുസും പിന്നെ പൂജയും കൂടി ഇവിടെ പ്രോഗ്രാമിന് വന്നിട്ടുണ്ട്. അവരെന്നെ കണ്ടു. അവരോട് ഞാനല്ലേ ഇങ്ങോട്ട് വരാൻ പറഞ്ഞേ? അതിനിപ്പോ എന്താ? എന്താണെന്നോ? എടോ, തനിക്ക് കുറച്ചെങ്കിലും ബോധമുണ്ടോടോ? അതോ ഈ കുന്തവും വായിച്ചോണ്ട് നടന്ന് തന്റെ ഉള്ള ബോധം കൂടി പോയോ? സാഹിത്യ, താൻ എന്നെ എന്ത് വേണേലും പറഞ്ഞോ. പക്ഷേ എന്റെ ഈ ഗിറ്റാറിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞ ഞാൻ ചിലപ്പോ ആ പഴയ വിഷ്ണു ആയി പോയേക്കും. കേട്ടല്ലോ? ഓ എന്റെ ദൈവമേ, ഇയാൾ ഇത്ര വലിയ പൊട്ടനായിരുന്നോ? അതെ, ഇല്ലാത്ത സമയം ഉണ്ടാക്കി ഞാനിപ്പോ ഇങ്ങോട്ടേക്ക് വന്നതേ തന്റെ വായിലിരിക്കുന്നത് കേൾക്കാനല്ല. ഞാൻ പോവുക. വിഷ്ണു, അവിടെ ഒന്നും നിന്നേ. തനിക്ക് ഞാൻ എന്തിനാ ഇങ്ങനെ ദേഷ്യം കാണിക്കുന്നതെന്ന് സത്യമായിട്ട് മനസ്സിലായില്ലേ? ഇല്ല സാഹിത്യേ, ഒന്നെങ്കിൽ താൻ കാര്യം എന്താന്ന് പറ. അല്ലാതെ പിന്നെ ഞാൻ എങ്ങനെ അറിയാനാ? വിഷ്ണു, വിവേകം ഋതുവൊക്കെ എന്നോട് ഇവിടെ എങ്ങനെ വന്നു, എന്തിനു വന്നു എന്നൊക്കെ ചോദിച്ചാ ഞാൻ എന്താ പറയാ അവരോട്? താൻ എന്റെ ഈ പ്രോഗ്രാം കാണാൻ വന്നതാന്ന് പറയണം. പിന്നെ വേണിയേച്ച് പറഞ്ഞിട്ട് കൂടിയാണല്ലോ താൻ ഇവിടെ വന്നേ. അപ്പോ അങ്ങനെ കൂടി പറഞ്ഞേക്കണം. പിന്നെ പ്രോബ്ലം ഇല്ലല്ലോ. അതൊക്കെ ശരിയാ. പക്ഷേ വിവേകിന്റെ ഋതുവിന്റെ ഒക്കെ സംസാര നോട്ടമൊക്കെ കണ്ടിട്ട് എനിക്കെന്തോ ഒരു പന്തികേട് പോലെ. എന്റെ സാഹിത്യെ, അങ്ങനെ ഒന്നുമില്ല. താൻ ചുമ്മാ ഇങ്ങനെ ഓരോന്ന് ഓർത്തു കൂട്ടുന്നോണ്ട് തനിക്ക് തോന്നുന്നതാ അങ്ങനെയൊക്കെ. ഡോക്ടറെ, ദേ അങ്ങോട്ടേക്ക് നോക്കേ. ഓഹോ, എടി ചേച്ചി,
നീ അങ്ങനെ അങ്ങ് എന്റെ കയ്യിൽ നിന്ന് മുങ്ങാൻ നോർത്തോ? ഇപ്പൊ ശരിയാക്കി തരാം. ഋതു താൻ വന്നേ. എടോ താൻ അതൊക്കെ വിട്ടേ, എന്നിട്ട് എന്റെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരുന്നു പറ. ഓ, പെർഫോമൻസിന്റെ കാര്യമൊക്കെ ഞാൻ പറയാം. ഇവിടെ വെച്ച് പറഞ്ഞാലേ ശരിയാവില്ല. അതെന്താ ശരിയാവാത്തെ? ദേ വിഷ്ണു, അല്ല, ഇത് ആരൊക്കെയായി നിൽക്കുന്നേ? ഞാൻ നിന്നോട് പറഞ്ഞതല്ലേടി ചേച്ചി, ബ്രേക്ക് ടൈം ആവുമ്പോ നമുക്കൊന്ന് കാണണമെന്ന്. എന്നിട്ട് നീ എന്ത് പണിയായി കാണിച്ചേ? എടാ അത് വിവേകേ, അത് ഞാൻ ആ സാഹിത്യം കണ്ടപ്പോ ഇങ്ങോട്ടേക്ക് വിളിച്ചേ. ആക്ച്വലി ഇയാളിവിടെ എന്റെ ഗിറ്റാർ വരാൻ വേണ്ടി വന്നതായിരുന്നു. ഞാൻ വേണിയേച്ചിയോടെ പറഞ്ഞേ, പക്ഷെ വേണിയേച്ചി ലക്ഷ്മി അമ്മയും കൊണ്ട് ചെക്കപ്പിന് പോവാന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ലൊക്കേഷനൊക്കെ അയച്ചു കൊടുത്തിട്ടാ സാഹിത്യം അതുമായി ഇവിടെ വന്നത്. അല്ല വിഷ്ണുവേട്ടാ, അതിന് വിഷ്ണുവേട്ടൻ എന്തിനാ ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നേ? ഡോക്ടർ സാഹിത്യേച്ചിയെ കണ്ടില്ല എന്നല്ലേ പറഞ്ഞുള്ളൂ. എടി അത് അതെന്തേലും ആവട്ടെ. വിഷ്ണു, നിങ്ങൾക്കിപ്പോ പ്രാക്ടീസ് ഒന്നുമില്ലേ? ബ്രേക്ക് ടൈം കഴിയാറാവുന്നല്ലോ. ഓ, പറഞ്ഞതുപോലെ അത് ഞാൻ മറന്നു. ഓക്കെ, നിങ്ങൾ സംസാരിച്ചു നിൽക്ക്, ഞാൻ ചെല്ലട്ടെ അങ്ങോട്ട്. ആ, പിന്നെ പ്രോഗ്രാം കഴിഞ്ഞ് നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് വീട്ടിലോട്ട് പോവാം. ചെല്ല് ചെല്ല്. എന്താടാ രണ്ടിനും? രണ്ടും എന്തിനാ എന്നെ ഇങ്ങനെ തുറച്ചു നോക്കുന്നേ? എടോ ഋതു, ഇതെന്താടോ ഇവൾക്ക് പറ്റിയേ? എടി ചേച്ചി, നിനക്കെന്തോ ഒരു ടെൻഷൻ ഉള്ളത് പോലെ തോന്നുന്നല്ലോടി. ശരിയാ ഡോക്ടറെ, എനിക്കും അത് തോന്നി. എനിക്കൊരു ടെൻഷനും ഇപ്പൊ ഇല്ല. ഇനി നിങ്ങളായിട്ട് പുതിയ ടെൻഷൻസ് ഒന്നും എനിക്ക് ഉണ്ടാക്കാതിരുന്നാ മതി. ഋതു, താൻ കേട്ടല്ലോ, നമ്മളായിട്ട് പുതിയ ടെൻഷൻസ് ഒന്നും ഉണ്ടാക്കരുതെന്ന്. കേൾക്കുന്നുണ്ട് ഞാൻ. രണ്ടും കൂടി ഇവിടെ ഞാൻ നിൽക്കാൻ പോവാണോ? പ്രോഗ്രാം തുടങ്ങാൻ ടൈം ആവുന്നല്ലോ. ഞങ്ങൾക്കതിന് പ്രോഗ്രാം കാണണമെന്ന് വലിയ നിർബന്ധമൊന്നും ഇല്ല, അല്ലേ ഡോക്ടറെ? പിന്നെ എന്ത് കാര്യത്തിനാണാവോ ഇങ്ങോട്ടേക്ക് രണ്ടെണ്ണത്തിനും കൂടി കെട്ടിയെടുത്തേ? അതെന്താ അങ്ങനെ? ഞങ്ങൾക്ക് ഇവിടെ വന്നൂടെ? ഡോക്ടറെ വാ, നമുക്ക് അങ്ങോട്ടേക്ക് ചെല്ലാം. സാഹിത്യേച്ചി എന്തേലും ചെയ്യട്ടെ. ഋതു, താൻ അങ്ങോട്ടേക്ക് ചെല്ല്, ഞാനിപ്പോ വരാം. ഡോക്ടറോടെ പോവാ? ഞാനിപ്പോ വരാം, താൻ ചെല്ല്. So, yes guys, thank you so much for supporting us. This was really a wonderful show, and all the credits goes to you guys. Yeah, so let's move on to the last segment. Yes, ഞങ്ങളുടെ ഈ മ്യൂസിക് ഷോയുടെ എൻഡിങ്ങിൽ ഞങ്ങൾ നിങ്ങൾക്കായി ഒരു സർപ്രൈസ് ഒളിപ്പിച്ചു വെച്ചിരുന്നു. അതെ, some of you may know that. ഒരു ലക്കി പേഴ്സണെ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്നും ഞങ്ങൾ ഇപ്പോ ലൈവായി സെലക്ട് ചെയ്യുന്നതായിരിക്കും. സോ can you have that box please? Sure. So yes, this is it. ഈ ബോക്സിനുള്ളിൽ നിങ്ങൾ പലരുടെയും പേരുകളുണ്ട്. അതിൽ നിന്നും ഒരാളുടെ നെയിം ഞങ്ങൾ ഇപ്പോൾ സെലക്ട് ചെയ്യും. ആ ആളുടെ നെയിം റിവീൽ ചെയ്യുമ്പോ ആ ആള് സ്റ്റേജിലേക്ക് വരണം. ഓക്കെ? എന്നിട്ട് ഇവിടെയുള്ള സോങ് ലിസ്റ്റിൽ നിന്ന് സെലക്ട് ആവുന്ന ഏതെങ്കിലും ഒരു സോങ്ങിന്റെ 4 or 5 ലൈൻസ് അയാൾ പാടണം. That's it. So let's start. ദീപകെ, നീ തന്നെ എടുത്തു വരണം. Okay guys, so let's see who's that lucky one. Okay, so the luckiest one is Ritu Vishwanath. ഞാനോ? ഇത് ഋതു അല്ലേ? എടോ ഋതു, തന്റെ പേരോടെ വന്നേ, വേഗം അങ്ങോട്ടേക്ക് ചെല്ല്. അയ്യോ ഡോക്ടറെ, ഞാനൊന്നും പോയില്ല. So, Ritu Vishwanath, please come to stage. താനിപ്പോ അങ്ങോട്ട് ചെന്നില്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയും അത് താനാണെന്ന്. ഋതുസേ, നീ ഒന്ന് വേഗം ചെല്ലടി അങ്ങോട്ട്. നമുക്ക് ടൈമിന് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. സോ നമ്മുടെ ഈ ലക്കിയസ്റ്റ് പേഴ്സൺ ഒന്ന് പെട്ടെന്ന് സ്റ്റേജിലോട്ട് വന്നിരുന്നെങ്കിൽ കൊള്ളായിരുന്നു.
ഋതു, താൻ പോകുന്നുണ്ടോ ഇല്ലയോ? ഡോക്ടറെ. സോ ഗൈസ്, എന്റെ ഭാഗ്യക്കേടിന് ഈ സെലക്ട് ആയിരിക്കുന്ന ലക്കി പേഴ്സൺ മിസ് ഋതു വേറെ ആരുമല്ല, എന്റെ സിസ്റ്റർ തന്നെയാ. There she is. ഋതുസേ, ചെല്ലാൻ പോടി. Give her a big clap. സോ ഹായ് ഋതു. ഹലോ. അപ്പോ അറിയാലോ നമ്മുടെ റൂൾസ് ഒക്കെ. ഡാഡാ, നീ ഇങ്ങോട്ട് മാറി നിൽക്ക്. അവൾക്ക് മനസ്സിലാവുന്ന രീതിയില് ഞാൻ പറഞ്ഞു കൊടുക്കാം. ഋതു, ഒരു 5 സോങ്സ് ഉണ്ട് ഇതില്. അതിൽ നിന്നും ഏതാണോ സെലക്ട് ആവുന്നത് ആ സോങ്ങിന്റെ കുറച്ചു ഭാഗം നീ പാടണം. അത്രേ ഉള്ളൂ. ഓക്കെ ഗൈസ്, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? വിഷ്ണുട്ടാ, ഇതിന്ന് രക്ഷപ്പെടാൻ വല്ല മാർഗമുണ്ടോ? ഒരു മാർഗവും ഇല്ല മോളെ, നീ പെട്ടു. ഇനിയിപ്പോ സമയം കളയാതെ വേഗം ചെന്നൊരു സോങ് സെലക്ട് ചെയ്തിട്ട് അങ്ങ് പാടി തുടങ്ങിക്കോ. വിഷ്ണുട്ടാ. ഓക്കെ, അങ്ങനെ ഋതു ഒരു സോങ് സെലക്ട് ചെയ്തിട്ടുണ്ട്. വിഷ്ണു, നീ തന്നെ നോക്കിയിട്ട് പറ ഏതാ കിട്ടിയിരിക്കുന്ന സോങ് എന്ന്. വാവ്, ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ സോങ്. വിഷ്ണുട്ടാ. ഒന്നും നോക്കണ്ട, വേഗം പാടിയിട്ട് ഇറങ്ങിപ്പോക്കോ. പോടോ പ്രാന്താ. സോ ഹിയർ ഈസ് ദ ടൈം. ഋതു, യു ക്യാൻ സിംഗ് നൗ. துலா தொட்டில் உன்னை வைத்து நிகர் செய்ய பொன்னை வைத்தால் துலாபாரம் தோற்காதோ பேரழகே. முகம் பார்த்து பேசும் உன்னை முதல் காதல் சிந்தும் கண்ணை அணைக்காமல் போவேனோ உயிரே. நிழல் போல விடாமல் உன்னை தொடர்வேனடி. புகை போல படாமல் பட்டு நகர்வேனடி. வினா 100 கனாவும் 100 விடை சொல்லடி. முன்தினம் பார்த்தேனே, பார்த்ததும் தோற்றேனே. சல்லடை கண்ணாக நெஞ்சமும் புண்ணானதே. இத்தனை நாளாக உன்னை நான் பாராமல் எங்குதான் போனேனோ. நாட்களும் வீணானதே. வானத்தில் நீ வெண்ணிலா, ஏக்கத்தில் நான் தேவதா. இப்பொழுது என்னோடு வந்தாலென, ஊர் பார்க்க ஒன்றாக சென்றாலென. இப்பொழுது என்னோடு வந்தாலென, ஊர் பார்க்க ஒன்றாக சென்றாலென. Wow, that was really awesome. Ritu, you just nailed it. സോ ഋതുവിന്റെ ഈ ബ്യൂട്ടിഫുൾ സോങ്ങോടുകൂടി നമ്മുടെ ഇന്നത്തെ ഈ ഷോ ഇവിടെ അവസാനിക്കുകയാണ്. ഹാവ് എ ഗുഡ് ഡേ ഡിയേഴ്സ്. ബൈ.